ഷാജീസിൽ MRI എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഒരാളെ കാണിച്ചു തരാം. നമ്മൾ 11 മണിയാകുമ്പോൾ കൽപ്പറ്റി എത്തി. അപ്പോൾ ഇവിടെ അടുത്ത ചേച്ചി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ കയറണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഇട്ടേക്കാണ്. അപ്പോൾ മച്ചവരെ നിങ്ങൾ തിരിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പഠിച്ച് പൊളിക്കുക. MRI എടുത്ത് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടാണ് സഹിക്കാൻ പറ്റാത്തത്. എന്നാലും ദീപണ്ണോടെ ഇരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് MRI ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരാം. ഡ്രസ്സൊക്കെ അഴിക്കണം. നമ്മളെ ബെൽറ്റ് ഇറക്കുന്ന ഈ പച്ച ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ MRI എടുത്തിട്ട് നമുക്ക് ഇനി പുറത്തുനിന്ന് കാണാം. പുറത്തുനിന്ന് സംസാരിക്കാൻ പറ്റില്ല, പുറത്തൊക്കെ ആൾക്കാരാണ്. പിന്നെ റോഡാണ്. പിന്നെ ദീപണ്ണ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ MRI ഒക്കെ എടുത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 വീട്ടിലെത്തുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പെട്ടെന്നൊന്ന് വന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയായിപ്പോയി. റിസൾട്ടൊക്കെ 1:45 കിട്ടി. ഇനി തിങ്കളാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ് ഇതിൻ്റെ ബാക്കി എടുക്കണത്. നിങ്ങളതിൻ്റെ മുന്നേ നമ്മുടെ MRIക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ഇനി നാളെ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. റിസൾട്ട് കാണിക്കണം. എന്താ പറയുന്നതെന്ന് നാളെ ഇനി അറിയുള്ളൂ. 2 MRI കൂടെ കമ്പയർ ചെയ്ത് നോക്കിയാലേ എന്താന്ന് പറയാൻ പറ്റുള്ളൂ. കൂടുതലാണോ കുറവാണോ എന്താണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തായാലും അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ കുറച്ച് നമ്മളെ കമ്പനിയിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മളെ കമ്പനിക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ എന്താക്കുക, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മളെ ബോർഡൊക്കെ ചെരിഞ്ഞു പോയി. നമ്മളെ ബോർഡ് വെച്ചതൊക്കെ മോഹൻലാലിനെ പോലെ ആയിപ്പോയി. ആ കാറ്റായിട്ടാവേ. ദീപണ്ട് തുറന്നു. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ചുറ്റും ഒന്ന് ചെത്തി കോരാനുണ്ട്. മറ്റുള്ളവർ താമസിച്ചിട്ട് അവിടെയൊക്കെ അങ്ങനെ ചറപറയായി കിടക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ വിളക്കത്തിക്കലുണ്ടോ? ഇതാണ് നമ്മളെ പലറും നമ്മുടെ കമ്പനി. ഇതാണ് നമ്മുടെ കമ്പനി. കലണ്ടർ ഇവിടെ തൂക്കി. ഞാൻ കണ്ടിട്ട് മിനിയാന്ന് എടുത്ത് വെച്ചത്. അച്ഛൻ വന്ന് തൂക്കിയിട്ടുണ്ടാകും. ഇത് നമ്മുടെ മെഷീന്. ഇത് തന്നെയുള്ളൂ. സൗകര്യമൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മുടെ വയനാട്ടിൽ അമ്പലയിലെ സുൽത്താൻ ബത്തേരി, വടുവഞ്ചാല്, കൊളകപ്പാറ എന്നീ ഭാഗത്തുള്ളവരൊക്കെ വല്ല കടകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, ഞാൻ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പോലുള്ള പിന്നെ ഹോട്ടലുകളൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ സാധനങ്ങൾ മേടിക്കുക. നിങ്ങൾ ഒരു വട്ടം ഒന്ന് വറുത്ത് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ നമ്പർ, നമ്മുടെ സ്റ്റിക്കർ ഇതിൻ്റെ വലത്തോ ഇടത്തോ സൈഡിൽ ഞാൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് നമുക്ക് കുറച്ച് ഓർഡറുകളൊക്കെ തരാം. കാരണം നമുക്ക് ഇത് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നമ്പർ താഴെ തരാം. കാരണം നമ്മൾ ഈ ഭാഗത്തൊക്കെ ഉള്ളൊരു അല്ല ഹോട്ടൽ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്ട് നമ്പർ ബന്ധപ്പെട്ടിട്ട് ഓർഡർ ചെയ്യാം. നമ്മൾ സാധനം എത്തിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവായിരിക്കും, സാരില്ല. ഇന്നിങ്ങനെ പോട്ടെ. നമുക്കിനി നാളെ ഹോസ്പിറ്റലൊക്കെ പോയി നിന്നിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളെ കമ്പനിയിലെ മുന്നിൽ നിന്ന് ക്യാമറമാൻ രഞ്ജൂസ് കല്ലേരിയോടൊപ്പം അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാൻ. ബൈ ബൈ.